ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 7. ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 12, പേജ് നമ്പർ 396. യേ ചൈവ സാത്വികാ ഭാവ രാജസാസ്താമസാശ്ച യേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി. പദാനുപദം. സാത്വികാഃ സാത്വികങ്ങളായ, ഭാവാഃ ഏവ ച ഭാവങ്ങൾ തന്നെയും, യേ ഏതവയാകുന്നു, രാജസാഃ രാജസങ്ങളും, താമസാഃ താമസങ്ങളുമായ, അജ്ഞാനങ്ങളുമായ, ഭാവാഃ ച ഭാവങ്ങളും, യേ ഏതവയാകുന്നു, താൻ അവയെ, മത്തഃ ഏവ എന്നിൽ നിന്നു തന്നെ, ഇതി എന്ന്, വിദ്ധി അറിഞ്ഞാലും, തു എന്നാൽ, അഹം ഞാൻ, തേഷു അവയിൽ, ന ഭവാമി ഭവിക്കുന്നില്ല, തേ അവ, മയി എന്നിൽ, ഭവന്തി ഭവിക്കുന്നു. വിവർത്തനം. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്കധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ഭാവാർത്ഥം. പ്രപഞ്ചത്തിലെ ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസൃതമായാണ് നടക്കുന്നത്. ഈ ത്രിഗുണങ്ങൾ കൃഷ്ണഭഗവാനിൽ നിന്ന് ഉളവാകുന്നുവെങ്കിലും അദ്ദേഹം അവയ്ക്കധീനനല്ല. രാജ്യത്തിലെ നിയമപ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെട്ടേക്കാം, എന്നാൽ നിയമകർത്താവായ രാജാവിന് അത് ബാധകമല്ല. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, സത്വം രജസ് തമസ്, കൃഷ്ണനിൽ നിന്നുണ്ടാകുന്നുവെങ്കിലും കൃഷ്ണൻ ഭൗതിക പ്രകൃതിക്കധീനനാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നിർഗുണനാകുന്നു. അതായത് പ്രകൃതിയുടെ ഈ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നെങ്കിലും അവ അവിടുത്തെ ബാധിക്കുന്നില്ല എന്ന് സാരം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിവിധ സവിശേഷതകളിൽ ഒന്നാണിത്. ഹരേ കൃഷ്ണ.